ഹലോ, കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമുക്ക് ഒരു ടോപ്പിക്കും കൂടെ നോക്കാം. ഇതിനകത്ത് നമ്മൾ പഠിക്കാൻ പോണത് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്നുള്ളതാണ്. അപ്പോൾ പ്രിൻസിപ്പിൾസ് എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, വി ആർ ഓൾറെഡി ഫെമിലിയർ വിത്ത് ദ ടേം പ്രിൻസിപ്പിൾ, റൈറ്റ്? ലാസ്റ്റ് ഇയർ വി സ്റ്റഡീഡ് അബൌട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ വർക്ക്, റൈറ്റ്? Again this year we have already learned about the principles of social case work. So principle എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് we already have some idea, right? These are guidelines അല്ലെങ്കിൽ ലോസ്. ഒരു കാര്യം എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള മാർഗനിർദ്ദേശങ്ങളെയാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെയാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രിൻസിപ്പിൾസ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം എന്നുള്ളതാണ് അതിനെപ്പറ്റിയുള്ള നമുക്ക് മനസ്സിലുണ്ടാക്കേണ്ട ധാരണ. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് വർക്കാണ്. അപ്പോൾ ഒരു മനസ്സിലാക്കേണ്ട കാര്യം, ഇത് 10 ഉണ്ട്. വേറെ 10 പ്രിൻസിപ്പിൾസ്. നേരത്തെ മറ്റേലൊക്കെ 7 ഉണ്ടായിരുന്നുള്ളൂ. ഗ്രൂപ്പ് വർക്കിലും അല്ല, കേസ് വർക്കിലും 7 പ്രിൻസിപ്പിളേ ഉള്ളൂ അല്ലേ? ഇതിനകത്ത് 10 ഉണ്ട്. അപ്പോൾ അത് ആ പേരുകൾ കുറച്ച് വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു ധാരണ ഉണ്ടാകും. ഇത് നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ടത്. കാരണം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം എസ്സേ ആയിട്ട് ചോദിച്ചാണ് അവസാനത്തെ എക്സാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒട്ടും ഉപേക്ഷ വിചാരിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ, എന്താണ് വാട്ട് ഡു വി മീൻ ബൈ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ ഉണ്ടായത് എങ്ങനെയാണ്? ഈ പ്രിൻസിപ്പിൾ ഉണ്ടായതെന്ന് ആരും ചോദിച്ചു കഴിഞ്ഞാൽ, ഹൗ ഡിഡ് ദിസ് പ്രിൻസിപ്പിൾ ഇവോൾവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് ബേസിക്കലി ഇവോൾവ് ഫ്രം ഫീൽഡ് എക്സ്പീരിയൻസ് ഓഫ് പ്രൊഫഷണൽസ് ഇൻ ഡിഫറെൻറ്റ് സെറ്റിങ്സ് ആൻഡ് സിറ്റുവേഷൻസ്. പല സാഹചര്യങ്ങളിൽ പല ഇടങ്ങളിൽ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് പ്രയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ആളുകൾക്ക് ഉണ്ടായ ധാരണയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചിട്ടുള്ളതാണ് ഈ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രിൻസിപ്പിൾസ് ഉള്ളതുകൊണ്ട് ഗുണം എന്ന് വെച്ചാൽ ഇറ്റ് ഗൈഡ്സ് അസ്, നമുക്ക് മാർഗനിർദ്ദേശം നൽകും. ഒരു ഗ്രൂപ്പുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ വിജയകരമായിട്ട് ഇഫ് യു വോണ്ട് ടു സക്സസ്ഫുള്ളി complete a group process, we need to follow these principles. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് 10 പ്രിൻസിപ്പിൾ ഉണ്ടെന്ന് നമുക്ക് പറയാം. ഞാൻ പറഞ്ഞു അല്ലേ? നമുക്കെല്ലാം കൂടെ ഒന്ന് നോക്കാം. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ഓഫ് പ്ലാൻഡ് ഗ്രൂപ്പ് ഫോർമേഷൻ. ഓക്കെ. രണ്ടാമത്തത് പ്രിൻസിപ്പിൾ ഓഫ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ഓഫ് പർപ്പസ്ഫുൾ വർക്കർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ്. നാലാമത്തത് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂസ് ഇൻഡിവിജ്വലൈസേഷൻ. അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ ഓഫ് ഗൈഡഡ് ഗ്രൂപ്പ് ഇൻറ്ററാക്ഷൻ. ആറാമത്തെ പ്രിൻസിപ്പിൾ ഓഫ് ഡെമോക്രാറ്റിക് ഗ്രൂപ്പ് സെൽഫ് ഡിറ്റർമിനേഷൻ. ഏഴാമത്തെ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിൾ ഓർഗനൈസേഷൻ. എട്ടാമത്തെ പ്രിൻസിപ്പിൾ ഓഫ് പ്രോഗ്രസീവ് പ്രോഗ്രാം എക്സ്പീരിയൻസസ്. ഒമ്പതാമത്തെ പ്രിൻസിപ്പിൾ ഓഫ് ഹ്യൂമൻ നീഡ്സ്. ആൻഡ് പത്താമത്തെ പ്രിൻസിപ്പിൾ ഓഫ് കൾച്ചറൽ സെറ്റിങ്സ്. ഇനി നോക്കേണ്ട ഒരു കാര്യം, ഈ പേരുകൾ നമ്മൾ എന്തായാലും കാണാതെ പഠിക്കണം. അതിന് വേറെ വഴിയില്ല. കാരണം പേര് മാറ്റാൻ പറ്റില്ല. ഒരു പ്രിൻസിപ്പളിൻ്റെ പേര് നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ പേരുകൾ കാണാതെ പഠിക്കുക. ആ പേരിൻ്റെ മീനിങ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓരോ പ്രിൻസിപ്പിളും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ആദ്യത്തെ ഈ വീഡിയോയിൽ നമുക്ക് ആദ്യത്തെ 5 നോക്കാം. അതിനുശേഷം അടുത്ത വീഡിയോയിൽ 2ാം ഭാഗമായിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള 5 പ്രിൻസിപ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദി ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്, വിച്ച് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് പ്ലാൻഡ് ഗ്രൂപ്പ് ഫോർമേഷൻ. പ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ആസൂത്രിതമായത് എന്നർത്ഥം അല്ലേ? ഗ്രൂപ്പ് ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് രൂപീകരണം എന്നർത്ഥം. അപ്പോൾ അതിൽ നിന്ന് തന്നെ അതിൻ്റെ അർത്ഥം കിട്ടി. പ്രിൻസിപ്പിൾ ഓഫ് പ്ലാൻഡ് ഗ്രൂപ്പ് ഫോർമേഷൻ, ആസൂത്രിതമായ രീതിയിൽ ഗ്രൂപ്പ് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട തത്വം ആണ് ഇതെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ടെക്സ്റ്റിൽ എന്താണ് അതിൻ്റെ കൊടുത്തിരിക്കുന്ന വിശദീകരണം നമുക്ക് നോക്കാം. ഇത് നമ്മൾ പേജ് 23-ലാണ്. അപ്പോൾ ദോസ് ഹു ഹാവ് ടെക്സ്റ്റ് ബുക്ക്, പ്ലീസ് ഗോ ടു പേജ് നമ്പർ 10 to page 23. There you can see principle of social group. Principle A, first principle. Okay, principle of planned group formation. എന്താണ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്? In group work, the group is the basic unit through which services are provided to the individuals. The agency and worker has to consider and plan the purpose, nature and opportunities available well before the group is formed. അപ്പോൾ അതിൻ്റെ മീനിങ് നമുക്ക് നോക്കാം. ഇൻ ഗ്രൂപ്പ് വർക്കിനകത്ത് ദ ഗ്രൂപ്പ് ഈസ് എ ബേസിക് യൂണിറ്റ് ത്രൂ വിച്ച് സർവീസ് ആർ പ്രൊവൈഡ് ടു ഇൻഡിവിജ്വൽ. വ്യക്തികൾക്ക് സേവനങ്ങൾ നൽകുന്ന അടിസ്ഥാന യൂണിറ്റ് ഗ്രൂപ്പാണ്. എന്നുവെച്ചാൽ ഗ്രൂപ്പിലൂടെയാണ്
ഒരു സോഷ്യൽ വർക്ക് ഏജൻസിയിൽ വെച്ച് ഗ്രൂപ്പ് വർക്ക് നടത്തുന്ന സമയത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിലൂടെയാണ് അതിനകത്തുള്ള ആളുകൾക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും നൽകുന്നതെന്നർത്ഥം. ബേസിക് യൂണിറ്റ് ഗ്രൂപ്പ്. അപ്പോൾ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിലൂടെയാണ് എല്ലാ സേവനങ്ങളും നൽകുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് വരും നോക്കാം. ദി ഏജൻസി ആൻഡ് ദ വർക്കർ ഹാസ് ടു കൺസിഡർ ആൻഡ് പ്ലാൻ ദ പർപ്പസ്, നേച്ചർ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ വെൽ ബിഫോർ ദ ഗ്രൂപ്പ് ഈസ് ഫോം. അപ്പോൾ ഈ ഗ്രൂപ്പ് രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ വർക്ക് ഏജൻസിയും സോഷ്യൽ വർക്കറും എന്തൊക്കെ നോക്കണം? ഈ ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം എന്താണ്, പർപ്പസ് എന്താണ്, നേച്ചർ, ആ ഗ്രൂപ്പിൻ്റെ സ്വഭാവം എങ്ങനെയുള്ളതാണ്, ആ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് എന്തൊക്കെ അവസരങ്ങളാണ് എന്നുള്ളത് മുൻകൂട്ടി ആലോചിച്ച് പ്ലാൻ ചെയ്യണം എന്നാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്ത് ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്, അതാണ് ഗ്രൂപ്പിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. നേച്ചർ, ഈ ഗ്രൂപ്പിൻ്റെ സ്വഭാവം എന്താണ്? പലതരത്തിലുള്ള ആളുകളുണ്ട്. അപ്പം വൃദ്ധന്മാരായ ആളുകൾക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പ് ഉണ്ടാകും, സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കാം, പെൺകുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ സ്ട്രീറ്റിൽ അലഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പ്, അങ്ങനെ പലതരത്തിൽ നമുക്ക് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നേച്ചർ എന്ന് വെച്ചാൽ ഏത് തരത്തിലുള്ള ഗ്രൂപ്പുകളാണ്. അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ്, ഈ ഗ്രൂപ്പിൽ പങ്കെടുക്കുക വഴി അതിനകത്തുള്ള അംഗങ്ങൾക്ക് എന്തൊക്കെ അവസരങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടും, ഈ കാര്യമൊക്കെ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ആലോചിച്ചാൽ പോരാ. നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ് വർക്കറും ഈ ഗ്രൂപ്പ് വർക്ക് നടത്തുന്ന ഏജൻസിയും ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി പരിഗണിക്കുകയും ആവശ്യമായിട്ടുള്ള ആസൂത്രണം നടത്തുകയും ചെയ്യണം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് പ്ലാൻഡ് ഗ്രൂപ്പ് ഫോർമേഷൻ. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് പ്ലാൻഡ് ഗ്രൂപ്പ് ഫോർമേഷൻ അപ്പോൾ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഒരു ഗ്രൂപ്പ് വർക്ക് നടത്തുന്ന ഏജൻസിയും സോഷ്യൽ വർക്കറും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, ഗ്രൂപ്പ് വർക്ക് തുടങ്ങുന്നതിന് മുമ്പേ അതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് വെക്കണം എന്ന് പറയുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് പ്ലാൻഡ് ഗ്രൂപ്പ് ഫോർമേഷൻ. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ പ്രിൻസിപ്പിളിൻ്റെ പേര് നോക്കൂ, പ്രിൻസിപ്പിൾ ഓഫ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. പ്രിൻസിപ്പിൾ ഓഫ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് നമുക്ക് ഇനി അർത്ഥം പറയേണ്ട കാര്യമില്ല. സ്പെസിഫിക്സ്, പ്രത്യേക ലക്ഷ്യങ്ങൾ നടത്തും, പ്രത്യേക ലക്ഷ്യങ്ങൾ. അപ്പോൾ പ്രത്യേക ഉദ്ദേശ്യങ്ങൾ നമ്മൾ മലയാളത്തിൽ കേട്ടോ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ നമുക്ക് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ച് നോക്കാം. ഇൻ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്, സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് development must be consciously formulated by the worker in harmony with the group wishes and capacities and in keeping with the agency's function. അപ്പോൾ എന്താ ഈ പ്രിൻസിപ്പിൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൽ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡിവിജ്വൽസ്, ഓക്കെ, വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ലക്ഷ്യങ്ങളും അതോടൊപ്പം ഗ്രൂപ്പിൻ്റെ വികസനം, അതാണ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകം ലക്ഷ്യം, ഓരോ ഗ്രൂപ്പിനകത്തുള്ള വ്യക്തിക്ക് വേണ്ടി പ്രത്യേകം ലക്ഷ്യങ്ങളുണ്ടായിരിക്കണം. അതുപോലെ ഗ്രൂപ്പിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യങ്ങളും എന്തുണ്ടായിരിക്കണം, മസ്റ്റ് ബി കോൺഷ്യസ്ലി ഫോർമഡ്, വളരെ ബോധപൂർവം രൂപപ്പെടുത്തണം. രൂപപ്പെടുത്തണം, വർക്കർ രൂപപ്പെടുത്തണം. അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്രൂപ്പിൻ്റെ ആഗ്രഹവും കഴിവുകളുമായിട്ട് യോജിച്ചു പോകുന്ന വിധത്തിലും ആയിരിക്കണം. അതോടൊപ്പം ആ ഏജൻസിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണോ അതുമായിട്ട് യോജിച്ചും പോകണം. അപ്പോൾ ഏജൻസിയുടെ ലക്ഷ്യങ്ങളോട് യോജിച്ചു പോകുന്ന വിധത്തിൽ, ഗ്രൂപ്പിൻ്റെ ആഗ്രഹങ്ങൾക്കും കഴിവുകൾക്കും അനുസരിച്ച് അതിനോട് യോജിച്ചു പോകുന്ന വിധത്തിൽ വ്യക്തികളുടെ പ്രത്യേക ഒബ്ജക്റ്റീവ്സും അതുപോലെ ഗ്രൂപ്പ് വികസനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ആര് ചെയ്യണം, സോഷ്യൽ വർക്കർ രൂപപ്പെടുത്തണം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഈ പ്രിൻസിപ്പിളൊന്നും മുറിച്ച് നോക്കി ഇത്രയേ ഉള്ളൂ. വ്യക്തികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ലക്ഷ്യങ്ങൾ രൂപപ്പെടുത്തണം, ഗ്രൂപ്പിൻ്റെ വികസനത്തിനായിട്ടുള്ള കാര്യങ്ങളും രൂപപ്പെടുത്തണം, സോഷ്യൽ വർക്കർ രൂപപ്പെടുത്തണം. അങ്ങനെ ചെയ്യുമ്പോൾ ഗ്രൂപ്പിൻ്റെ താല്പര്യങ്ങൾ നോക്കണം, ഗ്രൂപ്പിനകത്തുള്ളവരുടെ കപ്പാസിറ്റി, കഴിവുകൾ എത്രത്തോളം ഉണ്ടെന്ന് നോക്കണം, ശേഷികൾ എത്രത്തോളം ഉണ്ടെന്ന് നോക്കണം. അതിന് പുറമെ ഈ സോഷ്യൽ വർക്ക് ഏജൻസിയുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ പരിഗണിക്കണം. ഇന്ന് ഈ പ്രിൻസിപ്പിളിനാണ് പ്രിൻസിപ്പിൾ ഓഫ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പ്രിൻസിപ്പിളിലേക്ക് പോകാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം, പ്രിൻസിപ്പിൾ ഓഫ് പർപ്പസ്ഫുൾ വർക്കർ ഗ്രൂപ്പ് റിലേഷൻ. പ്രിൻസിപ്പിൾ ഓഫ് പർപ്പസ്ഫുൾ വർക്കർ ഗ്രൂപ്പ് റിലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിളാണ്. പർപ്പസ്ഫുൾ എന്ന് പറഞ്ഞാൽ ബോധപൂർവമായിട്ടുള്ള, ഉദ്ദേശപൂർവമായിട്ടുള്ള. വർക്കർ ഗ്രൂപ്പ് റിലേഷൻ വെച്ചാൽ, വർക്കർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സോഷ്യൽ വർക്കറാണ്. ഗ്രൂപ്പ് റിലേഷൻ വെച്ചാൽ ഗ്രൂപ്പിനകത്തുള്ള ബന്ധങ്ങളിനകത്ത്. അപ്പോൾ അതിനകത്ത് എന്താ ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്, എ കോൺഷ്യസ്ലി എഫക്റ്റഡ് റിലേഷൻഷിപ്പ് മസ്റ്റ് ബി എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ ദ വർക്കർ ആൻഡ് ദ ഗ്രൂപ്പ് മെമ്പർ ടു പ്രാക്ടീസ് ഗ്രൂപ്പ് വർക്ക്. വളരെ സിമ്പിളാണ്. ഗ്രൂപ്പ് വർക്ക് നടത്തണമെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പ് വർക്കറും
അതിനകത്തുള്ള അംഗങ്ങൾ തമ്മിൽ ബോധപൂർവം രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് നടത്തുകയാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് നമ്മളെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളാണ് സോഷ്യൽ ഗ്രൂപ്പ് വർക്കർ. ആ ഗ്രൂപ്പിൽ കുറേ അംഗങ്ങളുണ്ടാവും, 5, 8, 10 ഒക്കെ അംഗങ്ങളുണ്ടാവും. അവർ തമ്മിൽ ഒരു ബോധപൂർവം രൂപപ്പെടുത്തിയ ഒരു ബന്ധം ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന തത്വമാണ് പ്രിൻസിപ്പിൾ ഓഫ് പർപ്പസ്ഫുൾ വർക്കർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് 4ാമത്തെ പ്രിൻസിപ്പിളായിട്ടുള്ള പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂസ് ഇൻഡിവിജ്വലൈസേഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻഡിവിജ്വലൈസേഷൻ നമ്മൾ ഫസ്റ്റ് ഇയറിലും പഠിച്ചിട്ടുണ്ട്, സെക്കൻഡ് ഇയറിലും പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി ഇവിടെ കണ്ടിന്യൂസ് എന്ന് പറയുന്നത് നിരന്തരമായ എന്നർത്ഥം. അത് നിരന്തരമായിട്ടുള്ള ഇൻഡിവിജ്വലൈസേഷൻ തത്വം എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. In social group work, it is recognized that groups are different and that the individuals utilize group experience in a variety of ways to meet their differing needs. Consequently, a continuous individualization must be practiced by the worker. Groups and individuals in the group must be understood as developing and changing. നമ്മൾ നേരത്തെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഇൻഡിവിജ്വലൈസേഷൻ എന്താണെന്ന് പഠിച്ച് ഓർമ്മിക്കുകയാണെങ്കിൽ ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിനകത്ത് അംഗീകരിക്കപ്പെട്ടുള്ള കാര്യമാണ് എന്താണ്? ഗ്രൂപ്പ്സ് ആർ ഡിഫറെൻറ്റ്. ഗ്രൂപ്പുകൾ വ്യത്യസ്തമാണ്. നമ്മൾ കേസ് വർക്കിൻ്റെ കാര്യത്തിൽ വ്യക്തികൾ വ്യത്യസ്തരാണ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്താണ് പറയുന്നത്? ഗ്രൂപ്പുകൾ വ്യത്യസ്തരാണ്. മാത്രമല്ല ഗ്രൂപ്പിനകത്തുള്ള വ്യക്തികൾ അതിനകത്ത് അവർക്ക് ലഭിക്കുന്ന അനുഭവങ്ങളെ അവരുടെ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്കനുസരിച്ച് പല വിധത്തിൽ ഉപയോഗിക്കും. ഓക്കെ, അതായത് നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ 10-15 വ്യക്തികളുണ്ടെന്ന് വിചാരിച്ചോ. അവർക്ക് എല്ലാവർക്കും ആ ഗ്രൂപ്പിൽ നമ്മൾ നടത്തുന്ന ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ട് പല എക്സ്പീരിയൻസസ് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഗ്രൂപ്പിനകത്തുള്ള എല്ലാവർക്കും ഒരേ ലക്ഷ്യങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനകത്ത് അവർക്ക് പല ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും കാണും. അപ്പോൾ ഈ ഗ്രൂപ്പിനകത്ത് നൽകുന്ന അനുഭവങ്ങളെ പല വിധത്തിൽ പല രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഉപയോഗിക്കും. ഓക്കെ, കോൺസിക്വൻ്റ്ലി അതിൻ്റെ ഫലമായിട്ട് എ കണ്ടിന്യൂസ് ഇൻഡിവിജ്വലൈസേഷൻ മസ്റ്റ് ബി പ്രാക്ടീസ് ബൈ വർക്കർ. അപ്പോൾ അതുകൊണ്ട് ഈ വസ്തുത മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു കണ്ടിന്യൂസ് ഇൻഡിവിജ്വലൈസേഷൻ നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതിനകത്തുള്ള വ്യക്തികളുടെ വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ ആർക്കുണ്ടായിരിക്കണം? ഗ്രൂപ്പ് വർക്കർക്ക് ഉണ്ടായിരിക്കണം. കാരണം ഒരേ ഗ്രൂപ്പാണെങ്കിൽ പോലും ഇതിനകത്തുള്ള ആ വ്യക്തികൾ വ്യത്യസ്ത രീതിയിലാണ് ഈ അനുഭവങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത്, നൽകുന്ന ആക്ടിവിറ്റികൾ ഉപയോഗപ്പെടുത്തുന്നത്. അവരുടെ ആവശ്യങ്ങൾക്കും വ്യത്യാസം ഉണ്ടാകും എന്നുള്ള ധാരണ വെച്ചുകൊണ്ട് അവരെ പ്രത്യേകമായിട്ടൊന്ന് പരിഗണിക്കുന്ന രീതി സോഷ്യൽ ഗ്രൂപ്പ് വർക്കർ കാണിക്കണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പുകൾ ഉണ്ട്, ഗ്രൂപ്പിനകത്ത് വ്യക്തികളുണ്ട്, അവർ വികസിച്ചുകൊണ്ടിരിക്കുന്നു, മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ധാരണ ആർക്ക് വേണം? സോഷ്യൽ ഗ്രൂപ്പ് വർക്കർക്ക് വേണം എന്ന് പറയുന്ന തത്വമാണ് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂസ് ഇൻഡിവിജ്വലൈസേഷൻ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല, ഇൻഡിവിജ്വലൈസേഷൻ തന്നെയാണ്. പക്ഷെ ഇവിടെ ഗ്രൂപ്പ് ആയതുകൊണ്ട് ആ ഗ്രൂപ്പിലെ ആളുകൾക്കും വ്യത്യാസം ഉണ്ടാവില്ല. അവരുടെ ആവശ്യങ്ങളും അവരുടെ താല്പര്യങ്ങളും അവരുടെ കപ്പാസിറ്റിയിലും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ആ ഒരു സംഗതി, ഇങ്ങനൊരു സംഗതി അതിനകത്തുണ്ട് എന്നുള്ള വസ്തുത മനസ്സിൽ വെച്ചുകൊണ്ട് ഗ്രൂപ്പിനകത്തുള്ള ആളുകൾ വളരുകയും മാറുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആര് പെരുമാറണം? സോഷ്യൽ ഗ്രൂപ്പ് വർക്കർ പെരുമാറണം എന്ന് പറയുന്ന തത്വമാണ് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂസ് ഇൻഡിവിജ്വലൈസേഷൻ. നമുക്ക് ഈ 5ാമത്തെ പ്രിൻസിപ്പിൾ നോക്കാം. അത് 23ാമത്തെ പേജിലല്ല, 24ാമത്തെ പേജിലാണ് കേട്ടോ. പ്രിൻസിപ്പിൾ ഓഫ് ഗൈഡഡ് ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ. ഗൈഡഡ് എന്ന് പറഞ്ഞാൽ വഴി കാണിച്ചിട്ടുള്ള, നിയന്ത്രിതമായിട്ടുള്ള എന്നൊക്കെ അർത്ഥം. ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ എന്ന് വെച്ചാൽ ഗ്രൂപ്പിനകത്ത് ആളുകൾ തമ്മിൽ നടക്കുന്ന കൊടുക്കൽ വാങ്ങലുകൾ, അവരുടെ ഇടപെടലുകൾ, അങ്ങോട്ട് പരസ്പര ഇടപെടലുകൾ എന്നർത്ഥം. The primary source of energy that propels the group and influences the individual to change is the interaction or reciprocal response of the members. The group worker influences interaction by the nature and quality of his facilitation. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, the primary source of energy that propels the group and influences the individual to change is interaction or the reciprocal response of the members. അപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ ഊർജം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രൂപ്പിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിനെ സ്വാധീനിക്കുന്നത്, ഓക്കെ, ആ ഗ്രൂപ്പിനെ സ്വാധീനിക്കുകയോ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നൊരു സംഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പിനകത്ത് നടക്കുന്ന ഇൻട്രാക്ഷൻസ്, പരസ്പരമുള്ള ഇടപെടലുകൾ, ഓക്കെ, ഇൻട്രാക്ഷൻസും അതിനോടുള്ള പ്രതികരണങ്ങളാണ്.
അപ്പോൾ ഗ്രൂപ്പിനകത്തുള്ള ആളുകൾ പരസ്പരം ഇടപെടുന്നു, അതിൻ്റെ ഫലമായിട്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരിക്കുന്നു. ഇതാണ് വ്യക്തികളെ ആ വ്യക്തികളുടെ മേൽ ആ ഗ്രൂപ്പിനകത്ത് സ്വാധീനം ചെലുത്തുന്നതും ആ ഗ്രൂപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ആ ഗ്രൂപ്പിന് ഒരു ഊർജം നൽകുന്നതുമായിട്ടുള്ള സംഗതി ഇതാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ഇതിനകത്ത് നമ്മളൊരു ഗ്രൂപ്പിനകത്ത് ഇരിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ആളുകൾ പരസ്പരം പല ആക്ടിവിറ്റീസ് നമ്മൾ ഒരുമിച്ച് ചെയ്യും, പല കാര്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കും. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഉണ്ടാകുന്ന ആ ഇൻട്രാക്ഷൻസ് ഉണ്ട്. അതിനാണ് ഇൻട്രാക്ഷൻസ് വന്നത്. പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ഇടപെടലും സംസാരങ്ങളും ഒരുമിച്ചുള്ള പ്രവർത്തികളൊക്കെ നമ്മൾ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും, അതിനാണ് റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. റെസിപ്രോക്കലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താം, റെസിപ്രോക്കൽ എന്ന് പറയുന്നതാണ്. അപ്പോൾ അതാണ്, അങ്ങനെ ഈ ഇൻട്രാക്ഷൻസ് ആണ് ആ ഗ്രൂപ്പിൻ്റെ എനർജി അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുവന്ന ശക്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദ ഗ്രൂപ്പ് വർക്കർ ഇൻഫ്ലുവൻസസ് ദ ഇൻട്രാക്ഷൻ ബൈ ദ നേച്ചർ ആൻഡ് ക്വാളിറ്റി ഓഫ് ഹിസ് ഫെസിലിറ്റേഷൻ. അപ്പോൾ ഈ നമ്മൾ ഈ പറഞ്ഞ ഇൻട്രാക്ഷൻസിനെ സ്വാധീനിക്കാൻ ഗ്രൂപ്പ് വർക്കർക്ക് കഴിയും. എങ്ങനെ അതിൻ്റെ ക്വാളിറ്റിയെ സ്വാധീനിക്കാൻ പറ്റും, അതിൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ ഫെസിലിറ്റേഷൻ എന്ന് വെച്ചാൽ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് സഹായിക്കാൻ നടത്തും. അപ്പോൾ ഗ്രൂപ്പിനകത്ത് ഗ്രൂപ്പ് വർക്കർ നടത്തുന്ന ഇടപെടലുകൾ, അയാൾ നൽകുന്ന സഹായങ്ങൾ, പിന്തുണകൾ എന്തിനെ സ്വാധീനിക്കും? ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ, ഈ ഇൻട്രാക്ഷൻ്റെ ക്വാളിറ്റി സ്വാധീനിക്കും, അതിൻ്റെ സ്വഭാവത്തെയും ഒക്കെ സ്വാധീനിക്കും. അപ്പോൾ ഗ്രൂപ്പ് വർക്കറുടെ ഇതിനകത്തുള്ള ഇടപെടൽ വളരെ പ്രധാനപ്പെട്ടാണ്. ഓക്കെ, ഏത് രീതിയിൽ ഇടപെടുന്നു, എത്ര നല്ല നിലവാരമുള്ള ഇടപെടലാണോ അത് ഇൻട്രാക്ഷൻസിനെ നന്നായിട്ട് സ്വാധീനിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ 5 പ്രിൻസിപ്പിളുകൾ പഠിച്ചു. ഓക്കെ, ഇനി 5 കൂടി ഉണ്ട്, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രിൻസിപ്പിൾ വീട്ടിൽ ചെന്നിരുന്ന് ഇത് കേട്ട് കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ടത് ടെക്സ്റ്റും കൂടെ നോക്കണം. പിന്നെ ഞാൻ ഫസ്റ്റ് ചാപ്റ്ററിന് നോട്ടുകൾ തന്നിട്ടുണ്ട്, അതും കൂടെ നോക്കണം. നിങ്ങൾ ആ നോട്ടിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന പറ്റുന്നൊരു കാര്യം, അതിനകത്ത് മലയാളം ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുണ്ട് പ്രിൻസിപ്പിളിൻ്റെയൊക്കെ. ആ പേരുകളൊക്കെ മലയാളത്തിലാക്കിയിട്ടുണ്ട്. ആ പേരുകൾ മലയാളത്തിൽ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. പ്രിൻസിപ്പിൾസിൻ്റെയൊക്കെ പേരുകൾ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഈ 5 പ്രിൻസിപ്പിളിൻ്റെ പേര് നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഓക്കെ, അതിനുശേഷം ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പല പ്രാവശ്യം മനസ്സിലാകുന്നവരെ ആവർത്തിച്ച് കേൾക്കുക. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എന്നോട് മെസ്സേജ് അയക്കണം. ഇതിനകത്ത് ഇതുവരെ ആരും ഒരു മെസ്സേജ് അയച്ചിട്ടില്ല. ഇന്ന ഭാഗം മനസ്സിലായിട്ട് ഒരാളാണ് ചെയ്തത്. ഓക്കെ, മെസ്സേജ് അയച്ചത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ അതൊന്ന് മനസ്സിലാക്കേണ്ടത്. എനിക്ക് അറിഞ്ഞുകൂടാ, അത് ശരിയാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും പ്ലീസ് ലെറ്റ് മീ നോ യുവർ കമൻറ്റ്സ് ആൻഡ് യുവർ ഒപ്പീനിയൻസ്. Okay, if you need any help, please feel free to contact me. Okay, നമ്മൾ ഈ വീഡിയോസൊക്കെ കാണണം. നമ്മളിത് വെറുതെ അയക്കുന്നത് വെറുതെ ആയിപ്പോരുത്. എല്ലാവരും നന്നായിട്ട് കാണണം. നമുക്ക് ഇനി എന്നാണ് നേരിൽ കാണുക, ക്ലാസ്സുകൾ തുടങ്ങാൻ പറ്റുമെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. Therefore എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്കിനി അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ. അപ്പോൾ തൽക്കാലം എല്ലാവരും അങ്ങനെ ചെയ്യാം.